ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു ബൈക്ക് റൈഡാണ്. തനിച്ചല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് അഖിലുമുണ്ട് അവൻ്റെ ബൈക്കിൽ. എങ്ങോട്ടാണെന്നല്ലേ? ആന്ധ്രാപ്രദേശിലെ ഗണ്ടിക്കോട്ടയിലേക്ക്. 4 ദിവസങ്ങൾ, 4 സംസ്ഥാനങ്ങൾ, ഏകദേശം 2000 കിലോമീറ്റർ. അതായിരുന്നു ഈ റൈഡിൻ്റെ സ്പെഷ്യാലിറ്റി. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ, അവിടെ നിന്ന് സത്യമംഗലം കാട്ടിലൂടെ കർണാടകയിലെ ശിവനസമുദ്ര വാട്ടർഫോൾസിലേക്ക്, അതിനുശേഷം ബാംഗ്ലൂരിനടുത്തുള്ള ഡൊഡാൽമരയൊക്കെ കണ്ട് പിറ്റേ ദിവസം നേരെ ആന്ധ്രാപ്രദേശിലെ ബെലൂം കേവ്സിലേക്ക്, അതിനുശേഷം 3-ാം ദിവസം രാവിലെ തന്നെ നമ്മുടെ പ്ലാൻഡ് ഡെസ്റ്റിനേഷനായ ഗണ്ടിക്കോട്ടയിലേക്ക്. അതായിരുന്നു ഈ ട്രിപ്പിൻ്റെ പ്ലാൻ. കോയമ്പത്തൂരിന് ശേഷം അവിനാശിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വേണം നമ്മൾ സത്യമംഗലത്തേക്ക് പോകാൻ. ഹൈവേയിലൂടെ പോകുന്നതിനേക്കാൾ ബൈക്ക് റൈഡിന് അനുയോജ്യം ഈ റൂട്ടാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് പോകാം. ചൂടും കുറവായിരിക്കും. ഇതാണ് സത്യമംഗലം ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ സത്യമംഗലം ടൈഗർ റിസർവ് ആണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വൈൽഡ് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ഈ റൂട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ. അതിനുശേഷം ഇതുവഴി യാത്ര അനുവദിക്കുന്നതല്ല. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഫോറസ്റ്റാണ് സത്യമംഗലം ഫോറസ്റ്റ്. ഒരുപാട് വർഷങ്ങൾ വീരപ്പൻ്റെ പേരിൽ ചീത്തപ്പേര് കേട്ടിരുന്ന ഒരു കാടാണിത്. പക്ഷേ ഇന്ന് സ്ഥിതികളൊക്കെ മാറി. ഇവിടെ 1000-ലധികം ആനകളും 100ഓളം കടുവകളും ഉണ്ടെന്നാണ് കണക്ക്. സൈഡിലൊക്കെ ഒരുപാട് മാൻകൂട്ടങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബൈക്കോ കാറോ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഫ്ലാറ്റായിട്ടുള്ള സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ദിംബം ഗാർഡ്സ് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ 27 ഹെയർ പിൻ ബെൻസാണുള്ളത്. ഇങ്ങനെയുള്ള റോഡിലൂടെ റൈഡ് ചെയ്യുമ്പോഴാണ് ബൈക്ക് റൈഡിൻ്റെ യഥാർത്ഥ ത്രില്ല് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റോഡും കൂടെ സൂപ്പർ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. ഈ റൂട്ടിലൂടെ ഏർലി മോർണിംഗ് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ലോറികളുടെ തിരക്കും ബ്ലോക്കും ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ പിന്നെ റൈഡ് ചെയ്യാനൊരു സുഖം ഉണ്ടാവില്ല. ഗാഡ്സിലൂടെ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഓവർടേക്കിംഗ് ഒക്കെ നല്ല വിസിബിലിറ്റി ഉള്ളപ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ. ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം തണുപ്പുള്ളൊരു ഏരിയയാണ്. ചില സമയം ഇവിടെ മുഴുവൻ മിസ്റ്റ് മൂടിയ അവസ്ഥയിലും കാണപ്പെടാറുണ്ട്. നമുക്ക് ലക്ക് ഒരു ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. കാരണം മാനുകളെ അല്ലാതെ വേറെ ഒരു ആനിമലിനെ ഇന്ന് കണ്ടില്ല. പക്ഷികളെപ്പോലും കാണാനില്ല. ഈ റൂട്ടിൽ 1-2 ചെറിയ ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ കുറേ ജക്കാന്ത പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് ഈ പൂക്കളുടെ സമയം. അങ്ങനെ ഒരു ഓതൻറ്റിക് തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇനി ബൈക്ക് റൈഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒട്ടുമിക്ക ആളുകളും പല എക്സ്ക്യൂസസ് പറഞ്ഞ് ഇതൊന്നും ഇടാറില്ല. ലൈക്ക് റൈഡിങ് ജാക്കറ്റ് ഹെവിയാണ്, അതിട്ട് കഴിഞ്ഞാൽ ചൂടെടുക്കും, റൈഡിങ് ഹെൽമെറ്റ് വളരെ ടൈറ്റാണ്, അല്ലെങ്കിൽ റൈഡിങ് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ബട്ട് കമ്പയർഡ് ടു അതർ വെഹിക്കിൾസ്, ബൈക്ക് എന്ന് പറയുന്നത് ഒട്ടും പ്രൊട്ടക്ഷൻ തരാത്ത ഒരു വെഹിക്കിളാണ്. നമ്മുടെ കാരണം കൊണ്ടല്ലെങ്കിൽ പോലും എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദിംബം ഘാട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ കർണാടകയിലേക്ക് എൻ്റർ ചെയ്യും. നമ്മുടെ ട്രിപ്പിലെ 3-ാമത്തെ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റ് മാറുമ്പോൾ തന്നെ ടെറൈനിൽ കൃത്യമായ ഇൻഡിക്കേഷൻ ഉണ്ടാവും. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ശിവനസമുദ്രം എത്തി. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ കാണുന്ന വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല. ശിവനസമുദ്ര എന്നത് ഈ വാട്ടർഫോൾസിൻ്റെ പേരല്ല, ഈ സ്ഥലത്തിൻ്റെ പേരാണ്. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണിത്. പ്രധാനമായും 2 വാട്ടർഫോൾസാണ് ഇവിടെ ഉള്ളത്, ഗഗനചുക്കിയും ബാരാചുക്കിയും. ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം കൂടിയാണിത്. KGFലെ ഗോൾഡ് മൈനുകളിൽ ഇലക്ട്രിസിറ്റി ആവശ്യം വന്നപ്പോൾ 1902 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഇവിടെയാണ് നിർമ്മിച്ചത്. ഈ കാണുന്ന വാട്ടർഫോൾസാണ് ബാരാചുക്കി വാട്ടർഫോൾസ്. ഈ പരന്നൊഴുകുന്ന വാട്ടർഫോൾസാണ് ഗഗനചുക്കി വാട്ടർഫോൾസ്. അടുത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് പ്രോപ്പറായി കണ്ട് ആസ്വദിക്കാനായിട്ട് ഇവിടെ ഒരു വ്യൂവിംഗ് ഡെക്കൊക്കെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരും മൈസൂരും ഒക്കെ ഉള്ള ആളുകൾക്ക് വീക്കെൻഡ് വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്.
ഏകദേശം 2 മണിക്കൂറിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ, 120 കിലോമീറ്റർ ദൂരം. ഡ്രോൺ ഷോട്ടിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഭീകരതയും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കർണാടകയിലെ മാണ്ഡ്യ എന്ന് പറയുന്ന ഒരു വില്ലേജിലൂടെയാണ് നമ്മളീ പോകുന്നത്. ഷുഗർ കെയിൻ ക്യാപിറ്റൽ ഓഫ് കർണാടക എന്നാണ് മാണ്ഡ്യ അറിയപ്പെടുന്നത്. കർണാടകയിലും നമ്മുടെ പാലക്കാടൻ സൗന്ദര്യമുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് ഹൈവേയിലൂടെ പോയാൽ കാണാൻ പറ്റില്ല. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും 27 കിലോമീറ്റർ മാറിയുള്ള ഡൊഡ്ഡ ആലടമരയാണ്. ഡൊഡ്ഡ ആലടമര എന്ന് വെച്ചാൽ വലിയ ആൽമരം എന്നാണ് അർത്ഥം. ഒരാൽമരം കാണാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം 400 വർഷം പഴക്കമുള്ള ഈ മരം ഏകദേശം 3 ഏക്കറിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്. ഇതൊരു കാടല്ല, ഇതൊരൊറ്റ മരമാണെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇതൊരു പാർക്ക് പോലെ സംരക്ഷിച്ചിരിക്കുകയാണ്. നടക്കാൻ വോക്ക് വേസ് ഉണ്ട്, ഇരിക്കാൻ ബെഞ്ചുണ്ട്, പിന്നെ കുറേ പക്ഷികളും കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. പ്രധാന സ്റ്റെം നശിച്ചു പോയെങ്കിലും ഈ വേരുകളിലൂടെയാണ് ഈ മരം എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇതേ ഒരു കുരങ്ങൻ ജ്യൂസും ലേസും ഒക്കെ കഴിച്ചിരിപ്പാണ്. ജങ്ക് ഫുഡ് അവരുടെ ബോഡിയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം നല്ല വിസിബിളാണ്. പുള്ളിക്ക് അനങ്ങാനൊന്നും വയ്യ, ഇങ്ങനെ ഇരിക്കുകയാണ്. 3 ഏക്കറോളം ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ വന്നാലും അത്ര ക്രൗഡഡായിട്ട് തോന്നുന്നില്ല. 5:30 വരെയാണ് സമയം. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആളുകളെ കണ്ടുപിടിച്ച് അവരെ ഇറക്കി വിടാനുള്ള തിരക്കിലാണ് സെക്യൂരിറ്റി. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡേ 1 കാഴ്ചകൾ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബാംഗ്ലൂർ സൺറൈസ് ഒക്കെ കണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ട്രാഫിക് ആവുന്നതിന് മുമ്പ് തന്നെ സിറ്റിക്ക് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കുറച്ചങ്ങ് ചെന്നപ്പോൾ തന്നെ ആദിയോഗിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. കോയമ്പത്തൂരൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സ്റ്റാച്ചു. ചിക്കബെല്ലപ്പൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരം. സദ്ഗുരുവിൻ്റെ ഇഷ ഫൗണ്ടേഷൻ നിർമ്മിച്ച ഒരു ആദിയോഗി സ്റ്റാച്ചു ആണിതും. എൻട്രൻസിൽ നിന്നും കുറച്ച് ദൂരം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ പാർക്കിംഗ് കാണാൻ പറ്റും. പാർക്കിംഗ് ഫ്രീ അല്ല, 20 രൂപയാണ് ബൈക്കിന് ചാർജ് ആയത്. ഇവിടെ നോക്കുമ്പോൾ സ്റ്റാച്ചു കാണാൻ പറ്റുന്നുണ്ട്. ബൈക്ക് പാർക്ക് ചെയ്ത് ഷൂ ഒക്കെ ഇവിടെയുള്ളൊരു കൗണ്ടറിൽ ഏൽപ്പിക്കണം. അതിനുശേഷം വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇവിടെ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന എല്ലാവരും വോളണ്ടിയേഴ്സാണ്, പെയ്ഡ് സ്റ്റാഫുകളൊന്നുമല്ല. അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ പോലെ തന്നെ ഇതും ഒരു വോളണ്ടിയർ ഡ്രിവൺ സിസ്റ്റമാണ്. ആദിയോഗി എന്നത് യോഗയുടെ ഒറിജിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സ്റ്റാച്ചു ആണ്. 112 അടിയാണ് ഇതിൻ്റെ ഉയരം. അതിനും ഒരു കണക്ഷനുണ്ട്. മോക്ഷം ലഭിക്കാനുള്ള 112 വഴികളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആദിയോഗി ദിവ്യദർശനം എന്ന പേരുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ നടക്കാറുണ്ട്. യോഗയും മെഡിറ്റേഷനും ഒക്കെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. 1,08,000 രുദ്രാക്ഷങ്ങൾ ചേർത്താണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് തന്നെ ഉണ്ടാക്കിയതാണ്. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഹൈവേയിൽ കയറി. ഇന്ന് ആന്ധ്രയിലെത്തി ബെലം കേവ്സ് കാണണം എന്നാണ് പ്ലാൻ. നല്ല അടിപൊളി റോഡാണ്, അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഇത് കിയയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് പ്ലാന്റാണ്. ഏകദേശം 500 ഏക്കറോളം ഉണ്ട് ഇത്. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഇതൊരു വിൻഡ് മില്ലിൻ്റെ ലീഫാണ്. 100 മീറ്ററോളം നീളമുണ്ട് ഇതിന്. പകൽ ഈ ലീഫും കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് അവരെല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. ആന്ധ്ര മുതൽ മുകളിലേക്കുള്ള സ്റ്റേറ്റ്സിലേക്ക് ഇതൊരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. കാരണം വിൻഡ് എനർജി ഇവരെല്ലാം നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ബെല്ലം കേവ്സിലേക്കുള്ള പ്രധാന വഴി ഇതൊന്നുമല്ല. ഇതൊക്കെ ഗൂഗിൾ മാപ്സിൻ്റെ ഓരോ തമാശകളാണ്. ഇടയ്ക്കൊക്കെ അതിങ്ങനെ നമ്മളെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കും. ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇതും ഒരു രസമാണ്. നല്ല റോഡ് ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ കിട്ടിയത് ദേ ഇതാ. ഈ ട്രിപ്പിലെ ഏറ്റവും മോശം റൂട്ടായിരുന്നു ഇത്. ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നമ്മൾ ഒരിക്കലും ബൈക്ക് റൈഡിന് ഇറങ്ങി തിരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പൊടിയും ചൂടും ഒക്കെ നമുക്കൊരു ബാധ്യതയായിട്ട് മാറും. അല്ലെങ്കിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നത്തേയില്ല. കുറച്ചു നേരത്തെ മോശം വഴിക്ക് ശേഷം നമ്മൾ ബെലം കേവ്സ് എത്തി. എൻട്രൻസ് ഗേറ്റിൽ നിന്നും വീണ്ടും അകത്തേക്ക് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അടിയിലൂടെ ഒക്കെ കേവ്സ് പോകുന്നുണ്ടായിരിക്കും. ഇതൊറ്റ കോമ്പൗണ്ടായി നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാവാം. ഈ കാണുന്ന മരച്ചോട്ടിൽ എവിടെയെങ്കിലും നമുക്ക് വണ്ടി വയ്ക്കാം. അതിന് പ്രത്യേകിച്ച് പാർക്കിംഗ് ഫീസ് ഒന്നും കൊടുക്കണ്ട.
70 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ക്യൂ നിൽക്കുന്ന സ്വഭാവം ഇവിടെ ആളുകൾക്കില്ല. ഇതാണ് ബെലൂം കേവ്സിൻ്റെ മാപ്പ്. വൈറ്റ് കളർ കാണുന്ന ഏരിയയിലൂടെ നമുക്ക് നടക്കാൻ പെർമിഷൻ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ചെയ്യാത്ത വെട്ടമില്ലാത്ത വഴികളൊക്കെയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഇവിടുന്ന് പടികളിറങ്ങി നമ്മൾ താഴോട്ട് പോകണം. 1884 റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ഈ ഗുഹ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ ലോക്കൽസ് ഇത് വേസ്റ്റ് കൊണ്ടിടാനുള്ള ഒരു പൊട്ടക്കിണർ പോലെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1988 ഗവൺമെൻറ് ഇതൊരു പ്രൊട്ടക്റ്റഡ് സൈറ്റാക്കി മാറ്റുന്നത്. 2002 ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുത്ത് ഇവിടെ സ്റ്റെപ്പുകളൊക്കെ വെച്ച് സഞ്ചാരികൾക്ക് അനുയോജ്യമാക്കിയത്. ഈ ഗുഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു മനുഷ്യനിർമ്മിത ഗുഹയല്ല. 10,000 വർഷങ്ങൾക്ക് മുൻപ് ചിത്രാവതി പുഴ മണ്ണിനടിയിലൂടെ ഒഴുകിയുണ്ടായ ഒരു ഗുഹയാണിത്. അതിൻ്റെ ആ സ്മൂത്ത്നെസ്സൊക്കെ കണ്ടില്ലേ? 4000 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധ സന്യാസികൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുകയും ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നടക്കാനുള്ളിടത്ത് ടൈൽസും കണ്ണ് കാണാൻ വേണ്ടി ലൈറ്റും മാത്രമേ ഇവിടെ മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻസിൽ പ്രത്യേകം പറയുന്നുണ്ട്, കറണ്ട് പോയാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം. അങ്ങോട്ടോ പോയാൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുഴിയിൽ പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. കറണ്ട് പോയാലും ഉടനെ തന്നെ വരും. ഈ കാണുന്ന സ്ഥലമാണ് ഈ കേവിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം. ഏകദേശം 45 മീറ്ററോളം താഴെയാണിത്. ഇത് ചെന്ന് കയറുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാള് പോലുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്നാണ് ബുദ്ധ സന്യാസിമാരുടെ അവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചത്. അവർ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരിക്കാം ഇത്. ബെലൂം കേവ്സ് എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് പുറത്തെത്തി. ഇവിടെ വലിയൊരു ബുദ്ധ സ്റ്റാച്യു കൂടെ ഉണ്ട് കാണാൻ. ഡേ 2 പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഗണ്ടിക്കോട്ട. ഡേ 3 രാവിലെ തന്നെ ഗണ്ടിക്കോട്ടയിൽ നിന്ന് സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങി. 800 വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും കോട്ടയുടെ എൻട്രൻസ് ഭാഗങ്ങൾക്കൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. കോട്ട വാതിലോ കടന്നു വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇവിടെ എൻട്രൻസ് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആർക്കും ഒറ്റയടിക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെയാണ് പണ്ടത്തെ രാജാക്കന്മാർ ഈ കോട്ടയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വാതിലല്ല, ഒരുപാട് വാതിലുകൾ വളഞ്ഞും പൊളഞ്ഞും കയറി വേണം നമുക്ക് അകത്തേക്ക് എത്താൻ. ഈ കോട്ട 1123 ചാലൂക്യ വംശത്തിലെ കാപ്പ രാജാവാണ് പണിഞ്ഞത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഒരുപാട് യുദ്ധങ്ങളിൽ ഈ കോട്ട ആക്രമിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കുറച്ച് ഏരിയ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഈ കാണുന്ന ചെറിയ ഗ്രാമത്തിലൂടെ കയറി വേണം നമുക്ക് അട്രാക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ. കാറും കൊണ്ട് ഇതുവഴി വരുന്നത് കുറച്ച് ടാസ്ക്കാണ്. ബൈക്കായതുകൊണ്ട് എളുപ്പത്തിൽ ഇങ്ങ് പോരാൻ പറ്റി. ഈ കാണുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ആദ്യം തന്നെ ഇവിടുത്തെ സൺറൈസ് കാണാനായിട്ട് പോവാം. സൺറൈസ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് ക്ലിഫിൻ്റെ സൈഡിലുള്ളൊരു വ്യൂ പോയിന്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങ് ദൂരെ നിന്ന് സൂര്യൻ മെല്ലെ ഉദിച്ചു വരുന്നുണ്ട്. ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ വന്ന് തന്നെ കാണണം. ഗണ്ടിക്കോട്ടയ്ക്ക് ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ എന്നൊരു വിളിപ്പേര് കൂടെ ഉണ്ട്. ലോകത്തിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിൽ ഒന്നാണല്ലോ അമേരിക്കയിലുള്ള ഗ്രാൻഡ് കാനിയൺ. അതിൻ്റെ ചെറിയൊരു പതിപ്പാണ് ഗണ്ടിക്കോട്ട. ഈ ഒരൊറ്റ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗണ്ടിക്കോട്ടയ്ക്ക് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആരും സൺറൈസ് മിസ്സാക്കരുത്. ഈ ക്ലിഫിൻ്റെ 2 സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ ടെൻറ്റ് സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ലഗേജ് ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻറ്റ് സ്റ്റേയിൽ താമസിക്കാം. താഴെ കാണുന്നത് പെന്ന റിവറാണ്. കുറച്ചപ്പുറത്തൊരു ഡാം ഉള്ളതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇതിൽ വെള്ളം ഉണ്ടാകും. ഈവനിങ് ടൈമിൽ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ടെറൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മണ്ണില്ല. മണ്ണിനേക്കാൾ കൂടുതൽ ഈ റെഡ് കളറിലുള്ള ഗ്രാനൈറ്റ് റോക്സ് ആണ്. അതിൻ്റെ മുകളിലാണ് ഈ കോട്ട പണിഞ്ഞിട്ടുള്ളത്. ഗണ്ടി എന്ന് വെച്ചാൽ മലയിടുക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ മലയിടുക്കിൽ നിർമ്മിച്ചിട്ടുള്ള കോട്ട ആയതുകൊണ്ട് തന്നെ ഗണ്ടിക്കോട്ട എന്ന പേര് ഇതിന് വന്നു. ഈ കല്ലിൻ്റെ മുകളിലൂടെ നടന്നാൽ നമുക്ക് ആ ക്ലിഫിൻ്റെ ഏറ്റവും സൈഡിൽ പോയി നിൽക്കാൻ പറ്റും. പക്ഷേ അത് അത്ര സേഫ് അല്ല. അവിടെ ഹാൻഡ് റെയിലിങ്സോ അങ്ങനെ സപ്പോർട്ടിനൊന്നും തന്നെ ഇല്ല. പിന്നെ കാല് കല്ലിൻ്റെ ഇടയിൽ പോകാതെ കൂടെ ശ്രദ്ധിക്കണം. ഈ കോട്ട ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. അതിൻ്റെ ഉള്ളിൽ അമ്പലങ്ങളും മോസ്കും ജയിലും അങ്ങനെ കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും 2 ക്ഷേത്രങ്ങളും ഒരു മുസ്ലിം പള്ളിയാണുള്ളത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് രംഗനയാകുല സ്വാമി ടെമ്പിളാണ്.
ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഹംപിയിലെത്തിയൊരു ഫീലാണ്. കൊത്തുപണികളില്ലാത്ത ഒറ്റ കല്ല് പോലും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അതും ഈ 800 കൊല്ലം മുൻപ് ഒരു മെഷീൻ പോലും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. കല്ലുകൾ കൃത്യമായി അടുക്കിയാണ് മേൽക്കൂര പോലും ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു തുള്ളി വെള്ളം പോലും ചോരാതെ. ഇതൊക്കെ അത്ഭുതം എന്നല്ലാതെ എന്താ പറയുക. ഇവിടെ എന്തൊക്കെ ബിൽഡിങ്സ് ഉണ്ടെന്ന് ഈ മാപ്പിൽ നോക്കി അറിയാം. അടുത്തായിട്ട് നമുക്ക് ഈ പള്ളിയിലൊന്ന് കയറാം. ഈ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പ്രാർത്ഥനകളൊന്നും നടക്കുന്നതല്ല, കംപ്ലീറ്റ് ടൂറിസ്റ്റിന് വേണ്ടി ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഈ പള്ളിയുടെ കൃത്യമായ ഹിസ്റ്ററി ഒന്നും അവൈലബിൾ അല്ല. ഇത് തുഗ്ലക്ക് രാജാക്കന്മാർ ഈ കോട്ട ആക്രമിച്ചപ്പോൾ അതിലെ മുസ്ലിം രാജാക്കന്മാർ പണി കഴിപ്പിച്ചതാണെന്ന് വിചാരിക്കുന്നു. ഈ കോട്ടയ്ക്കുള്ള 80% ബിൽഡിങ്ങുകൾ കാട് പിടിച്ചോ നശിച്ചോ ഒക്കെ പോയി. നമുക്കാകെ കുറച്ച് ബിൽഡിങ്സ് മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. ഇതാണ് ഇവിടെയുള്ള അടുത്ത അത്ഭുതം, മാധവരായ സ്വാമി ക്ഷേത്രം. ആദ്യം കണ്ട ക്ഷേത്രത്തെക്കാൾ വലിപ്പവും കൊത്തുപണികളും ഒക്കെ കൂടുതലാണ് ഇവിടെ. ഇവിടെയും ടിക്കറ്റൊന്നുമില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും അകത്ത് കയറിയിരിക്കാം. ഈ ഓരോ തൂണിലുള്ള കൊത്തുപണികൾ കണ്ടു തീർക്കാൻ തന്നെ മണിക്കൂറുകളെടുക്കും. എത്രയോ ആളുകളുടെ വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളായിരിക്കും ഇതൊക്കെ. അതൊക്കെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. ആ വിഷമത്തോടെ നമ്മൾ ഗണ്ടിക്കോട്ടയിൽ നിന്ന് തിരിക്കുകയാണ്. റൂമിൽ ചെന്ന് ലഗേജൊക്കെ എടുത്ത് കൊച്ചിയിലേക്കുള്ള യാത്ര തുടർന്നു. ഈ നാട്ടിലെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം ആടും കൃഷിയുമാണ്. ആടുകളിങ്ങനെ കൂട്ടത്തോടെ പോകുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ഇവിടെ നിന്ന് കൊച്ചിക്ക് ഏകദേശം 800 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഡേ 3 ബാംഗ്ലൂർ സ്റ്റേ ചെയ്ത് ഡേ 4 കൊച്ചിയിലെത്താനാണ് പ്ലാൻ. ഇനി ബൈക്ക് റൈഡിനെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ഏറ്റവും അധികം കേൾക്കാൻ സാധ്യതയുള്ള വാക്കുകളും ചോദ്യങ്ങളും ഇതൊക്കെയാണ്. ഈ ചൂടത്ത് ബൈക്കിൽ പോകാൻ വട്ടാണോ? ഈ പൊടിയൊക്കെ അടിച്ചു പോകുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുക? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ ബൈക്ക് റൈഡ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഡേ 4 ഈവനിങ്ങോടെ നമ്മൾ തിരിച്ച് കേരളത്തിലെത്തി. കുറച്ച് ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. അത് മറ്റുള്ള സ്ഥലങ്ങൾ മോശമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കുതിരാൻ ടണൽ. അപ്പോൾ എൻ്റെ ഈ ചെറിയ ബൈക്ക് റൈഡും ഗണ്ടിക്കോട്ടയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.